നമസ്കാരം. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ചും കണ്ണിലേക്ക് മുളകുപൊടി വിതറിയും സ്വർണം കവർന്ന കേസിൽ ഒരു പ്രതി കോടതിയിൽ കീഴടങ്ങി. തൃശൂർ പരപ്പൂർ തോളൂർ ചാലക്കൽ വീട്ടിൽ മനോജാണ് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരായത്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 14 പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു KM ജ്വല്ലറി ഉടമകളായ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറുകൊണ്ട് ഇടിച്ചിട്ട് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് 3.2 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്നാണ് കേസ്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ ഒരു പ്രതി മരണപ്പെട്ട പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറാണെന്ന റിപ്പോർട്ടിന് പിന്നാലെ വാർത്ത വലിയ ചർച്ചയായിരുന്നു. പാട്ടുറയ്ക്കൽ കുറിയടത്ത് മനയിൽ അർജുനാണ് ബാലഭാസ്കർ മരണത്തിൽപ്പെട്ട സന്ദർഭത്തിൽ കാറിലുണ്ടായിരുന്നത്. സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ എന്ന് മനസ്സിലായത്. ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകട സമയത്ത് അർജുൻ കാറിലുണ്ടായിരുന്നു. 2018 സെപ്റ്റംബർ 25-നായിരുന്നു അപകടം. അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തിൽ അന്ന് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ കാർ ഓടിച്ചത് താനല്ല എന്നും അപകട സമയത്ത് കാറിന്റെ പിൻസീറ്റിലായിരുന്നു താനെന്നുമാണ് അർജുൻ അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ കേസിൽ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ലെന്നും അതിനാൽ കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്നും പെരിന്തൽമണ്ണ DYSP TK ഷൈജു പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ KM ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ 1.723 കിലോ സ്വർണവും 32.79 ലക്ഷം രൂപയും അന്വേഷണ സംഘം വീണ്ടെടുത്തു. 3 കിലോ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തെന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡ് ചെയ്ത തൃശൂർ വെള്ളാനിക്കര കൊട്ടിയാട്ടിൽ സലീഷ്, കിഴക്കുംപാട്ടുകര പട്ടത്ത് മിഥുൻ എന്ന അപ്പു, പാട്ടുരായിക്കൽ കുറിയടത്തുമനയിൽ അർജുൻ, സതീഷ്, PG ആലപ്പാറ പയ്യംകോട്ടിൽ കണ്ണറ ലിസൺ എന്നിവരുമായി നടത്തിയ തെളിവെടുപ്പിലാണ് ഉരുക്കിയ സ്വർണവും സ്വർണം വിറ്റ് കിട്ടിയ പണവും പോലീസ് കണ്ടെത്തിയത്. ഉരുക്കിയ 7 സ്വർണ്ണക്കട്ടകളിൽ 4 എണ്ണം തൃശൂർ ജൂബിലി മിഷനിലെ മിഥുൻ എന്ന അപ്പുവിന്റെ വാടക വീട്ടിൽ നിന്നാണ് ലഭിച്ചത്. ലിസനെ വിൽക്കാൻ ഏൽപ്പിച്ച 3 സ്വർണ്ണക്കട്ടകളിൽ ഒരു കട്ട വിറ്റ് കിട്ടിയ 3,02,79,500 രൂപയും വിൽക്കാൻ വെച്ച 2 സ്വർണ്ണക്കട്ടകളും ഇയാളുടെ തൃശൂർ കണ്ണറയിലെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. തട്ടിയെടുത്ത സ്വർണവുമായി തൃശൂരിലേക്ക് പോയ സലീഷ്, അജിത്ത്, മനു, ഫർഹാൻ എന്നിവർ കഴിഞ്ഞ 22-ന് രാവിലെ സന്ദർശിച്ച ഒരു ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച സ്വർണം കെട്ടിയ 6 ബ്രേസ്ലെറ്റുകൾ ക്ഷേത്ര ഭാരവാഹികളുടെ സഹായത്താൽ ഭണ്ഡാരം തുറന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുകയും സ്വർണവും പോലീസ് കോടതിയിൽ ഹാജരാക്കും. സതീഷിന്റെ വീട്ടിൽ നിന്നും സ്വർണം ഉരുക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ പെരിന്തൽമണ്ണ DYSP TK ഷൈജുവിന്റെ നേതൃത്വത്തിൽ CI സുമേഷ് സുധാകരൻ, SI ഷാഹുൽ ഹമീദ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പിടികൂടിയത്. പെരിന്തൽമണ്ണയിലെ KM ജ്വല്ലറി അടച്ച സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിന്തുടർന്ന സംഘം പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ വെച്ച് കാർ കുറുകെയിട്ട് ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തി സ്വർണവും പണവും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. പെരിന്തൽമണ്ണ DYSP TK ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസ് അന്വേഷണം നടന്നിരുന്നു. എന്തായാലും കേസിലെ തൊണ്ടി മുതൽ ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിൽ ഇനി അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. എന്തായാലും ബാലഭാസ്കറിന്റെ മരണവുമായി സ്വർണ്ണ കടത്ത് പ്രതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന ആരോപണവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ബാലഭാസ്കറിന്റെ അച്ഛനും ഇതേ സംശയം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു.